ഹലോ ഗായ്സ്, ഇന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. കുറേ നാളുകൾക്ക് ശേഷം, അതായത് ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ നാട്ടിലേക്ക് പോണത്. അപ്പോൾ നമ്മളിപ്പം എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 2 hours ഉണ്ട് നമുക്ക് എയർപോർട്ടിലേക്ക്. നമുക്ക് 6:20ക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ വെർജിൻ അറ്റ്ലാന്റിക് ആയിരുന്നു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. പക്ഷേ രാവിലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു മെയിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ എണീക്കുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി എന്നുള്ളത്. അപ്പം ലക്കിലി നമുക്ക് ഇന്ന് തന്നെ റീഷെഡ്യൂൾ ആയി കിട്ടി. അങ്ങനെ നമുക്ക് ഇന്ന് വൈകുന്നേരത്തേക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങളിപ്പം ഫ്ലൈറ്റ് കയറേണ്ട സമയം കഴിഞ്ഞു. എനിവേ നമ്മുടേത് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷെ അത് ക്യാൻസൽ ആയിട്ട് നമുക്കൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നേരെ ന്യൂഡൽഹിയിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂരിലേക്കാണ് നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും റീഷെഡ്യൂൾ ചെയ്ത് കിട്ടി. കുറച്ച് ഡിലേ വരും, പക്ഷെ സാരമില്ല. എനിവേ നമ്മളിപ്പം നമ്മുടെ കസിന്റെ വീട്ടിലേക്കാണ് പോണത്. കസിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ അവിടെ കാർ വെച്ചിട്ട് നമ്മൾ പിന്നെ എയർപോർട്ടിലേക്ക് പോകും. അപ്പൊ നമുക്കൊരു 2 hours ജേർണിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം എയർപോർട്ടിലെയും നാട്ടിലെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ആണ് ഇന്നത്തെ വീഡിയോ. സ്റ്റേ ട്യൂൺഡ്. ഇറങ്ങിയിരിക്കുന്നത് ഒരു 2:20 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ അവിടെ എത്തും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. സോ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മൈൽസ് കഴിഞ്ഞു. നമുക്ക് 125 മൈലാണ് നമുക്ക് ഇവിടുന്ന് ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലോട്ടുള്ളത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വെർജിൻ അറ്റ്ലാന്റിക്കിലാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത്, ഈ എയർലൈൻസ് വഴി നമ്മൾ പോണത്. അപ്പോൾ പക്ഷേ ഫ്ലൈറ്റ് ക്യാൻസൽ ആയ സ്ഥിതിക്ക് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ബ്രിട്ടീഷ് എയർവേസും എയർ ഇന്ത്യയും കൂടിയാണ്. കണക്ഷൻ ഫ്ലൈറ്റ് ആയതും കൂടി ബ്രിട്ടീഷ് എയർവേസിൽ പോയിട്ടില്ല, പക്ഷെ നല്ല എയർലൈൻ അത് കേട്ടിട്ടുണ്ട്. എനിവേ നമുക്കതെല്ലാം അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ കാണാം. പക്ഷേ ഞങ്ങൾ എത്തിഹാദും എയർ ഇന്ത്യയും ഒക്കെ പോയിട്ടുണ്ട്. എത്തിഹാദാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ട്രാവൽ ചെയ്ത ബെസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് എത്തിഹാദാണ്. ഇനിയിപ്പോൾ ബ്രിട്ടീഷ് എയർവേസും തിരിച്ചു വരുമ്പോൾ വെർജിൻ അറ്റ്ലാന്റിക് ആണ്. ഹോപ്പ്ഫുള്ളി അത് ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ അത് അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന എയർലൈൻ മാറും. പക്ഷേ ഇതുവരെ അത് മാറിയിട്ടില്ല, വെർജിൻ അറ്റ്ലാന്റിക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇവരുടെ സർവീസ് എന്നൊക്കെ. പിന്നെ നമ്മുടെ സ്നാക്ക് ടൈമാണ് ഇപ്പോൾ. നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ പോവാണ് വണ്ടിയിൽ നിന്ന് തന്നെ. അപ്പം ഞാൻ കുറച്ച് വേഫിൾസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിൽക്ക് ഷേക്കും കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാൻ പോവാണ്. പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ട് വണ്ടി ഓടിക്കുവാണോ? 26 മൈൽസും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളടുത്ത് എത്താറായി, ലണ്ടൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 hour ഒക്കെ ആയി തോന്നുന്നു. നമ്മൾ നല്ല നല്ല കാഴ്ച, നല്ല ഭംഗിയുള്ള സീനറി കണ്ടുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. എത്രത്തോളം ക്യാമറയിൽ ക്ലിയർ ആണെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ബ്യൂട്ടിഫുൾ, വെരി വെരി ബ്യൂട്ടിഫുൾ. ഗ്രീനറി ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ കസിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഊബർ വിളിച്ചിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ഇപ്പം സമയം 2:30 ആവണു. ഇനിയിപ്പോൾ നമുക്ക് ഒരു 3 മണിക്കൂർ മുന്നേ എയർപോർട്ടിലേക്ക്, ഇനിയിപ്പോൾ സമയം വൈകിക്കണില്ല, നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് നമ്മൾ. അത് കഴിഞ്ഞാൽ പിന്നെ ചെക്കിനും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം പോവും. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറണം, അത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ കൂടി ഇപ്പോൾ ഞാനൊരു ഊബർ ബുക്ക് ചെയ്തിട്ട് നമ്മളിനി കുറച്ച് കഴിയുമ്പം എയർപോർട്ടിലെത്തും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് ഊബർ ബുക്ക് ചെയ്യാം.
ചെക്കിങ് കഴിഞ്ഞു, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഇവിടെ വന്നിരിക്കുകയാണ്. ഈ 5:50 നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. അപ്പം നമ്മൾ എന്താ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ കുറച്ച് നേരത്തെയാണ്, നമ്മളിപ്പോൾ ഒരു 5 ഒക്കെ ആയതേ ഉള്ളൂ. നമ്മളിങ്ങനെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോനു ഇവിടെ ഫ്ലൈറ്റിൻ്റെ എണ്ണമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര എണ്ണം പോയി, എത്ര എണ്ണം ലാൻഡ് ചെയ്യുന്നു. ആക്ച്വലി ലാൻഡ് ചെയ്യുന്ന ഇവിടെ കാണില്ല തോന്നുന്നല്ലേ. വെളുത്തെന്ന് കാണിക്കാൻ മുഖം നിറയെ പൊട്ടിയും കൈ നിറയെ കാലിപ്പെട്ടികളുമായി അവൾ വരികയാണ്. UK-യിൽ നിന്ന് വരികയാണ് അവൾ. കുട്ടപ്പാ വീഡിയോ എടുത്താണോ? നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. എല്ലാവരും മൂന്നേരം നിന്നോ. ഹായ് ഗായ്സ്, നമ്മൾ മാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ആൽബിനെ കണ്ടു. അപ്പം നമ്മളെ അവൻ പിക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി എടുത്ത് വരണുണ്ട്. നമ്മളിപ്പം കാർ പാർക്കിലാണുള്ളത്. അപ്പം നമ്മൾ നേരെ നാട്ടിലേക്ക്.